നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ധർമ്മസ്ഥല കൊലപാതക കേസിൽ വെളിപ്പെടുത്തലുമായി മുൻ ശുചീകരണ തൊഴിലാളി രംഗത്ത്. സുപ്രധാന സാക്ഷിയുടെ മൊഴിപ്പകർപ്പാണ് പുറത്തുവന്നത്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമൊപ്പം നിരവധി പുരുഷന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇയാളുടെ വെളിപ്പെടുത്തൽ. നിരവധി കൊലപാതകങ്ങൾ താൻ നേരിൽ കണ്ടുവെന്നും അവ മറവു ചെയ്തില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നെന്നും ഇയാളുടെ മൊഴിയിലുണ്ട്. കൊലപാതകത്തിന് ഉത്തരവിട്ടവരെ ഭയന്ന് തനിക്ക് അയൽ സംസ്ഥാനത്ത് 11 വർഷമായി ഒളിവിൽ കഴിയേണ്ടി വന്നു. ഏത് നിമിഷവും കൊല്ലപ്പെടുമെന്ന ഭീതി വേട്ടയാടുന്നു. ശുചീകരണ തൊഴിലാളി എന്നത് പേരിന് മാത്രമായിരുന്നു. ഭയാനകമായ കുറ്റകൃത്യങ്ങളുടെ തെളിവുകൾ മറച്ചുവെക്കുന്ന ജോലിയായിരുന്നു തനിക്കെന്നും ഇയാൾ പറഞ്ഞു. ക്രൂരമായി ആക്രമിക്കപ്പെട്ട സ്ത്രീകളുടെ മൃതദേഹങ്ങൾ തനിക്ക് മറവു ചെയ്യേണ്ടി വന്നു. കുഴിച്ചുമൂടിയതിൽ സ്കൂൾ യൂണിഫോമിലുള്ള പെൺകുട്ടികൾ വരെ ഉണ്ടായിരുന്നു എന്നാണ് ശുചീകരണ തൊഴിലാളിയുടെ നടുക്കുന്ന വെളിപ്പെടുത്തൽ. ചില മൃതദേഹങ്ങളിൽ ആസിഡ് പൊള്ളലേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. ചിലത് താൻ തന്നെ ഡീസൽ ഒഴിച്ച് കത്തിച്ചു. സംഭവങ്ങൾക്ക് പിന്നിൽ പ്രദേശത്തെ ക്ഷേത്ര ഭരണസമിതിയുമായി ബന്ധപ്പെട്ടവരാണെന്നും മൊഴിയിലുണ്ട്. സത്യം തെളിയിക്കുവാൻ പോളിഗ്രാഫ് പരിശോധനയ്ക്ക് തയ്യാറാണെന്നും ശുചീകരണ തൊഴിലാളി പോലീസിൽ നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. 1995 മുതൽ 2014 വരെയുള്ള കാലയളവിൽ കർണാടക ധർമ്മസ്ഥല പ്രദേശത്ത് മാത്രം അസ്വാഭാവികമായി മരണപ്പെട്ടവരിൽ 600-ലധികമാണ്. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും യുവതികളും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമാണുള്ളത്. ധർമ്മസ്ഥലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന തീർത്ഥാടന കേന്ദ്രത്തെ ചുറ്റിപ്പറ്റിയാണ് പ്രധാനമായും ആരോപണങ്ങൾ ഉയർന്നത്. തീർത്ഥാടനത്തിനായി എത്തുന്ന സ്ത്രീകൾ, ലോഡ്ജിൽ മുറിയെടുക്കുന്നവർ, ഓട്ടോയിൽ നിന്ന് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നവർ, സ്കൂൾ വിട്ട് ഇടവഴിയിലൂടെ നടന്നു പോകുന്ന പെൺകുട്ടികൾ എന്നിവരാണ് അതിക്രമത്തിന് ഇരയായവരിൽ അധികവും. ഇതിൽ പലരുടെയും മൃതദേഹം വനപ്രദേശങ്ങളിൽ നിന്നും നേത്രാവതി പുഴയുടെ തീരത്തു നിന്നുമാണ് കണ്ടെടുത്തിട്ടുള്ളത്. സ്ത്രീകളിൽ പലരും ക്രൂരമായ ലൈംഗികാതിക്രമത്തിന് ഇരയായി കൊല്ലപ്പെട്ടുവെന്നാണ് കണ്ടെത്തൽ. പക്ഷെ കൊലപാതകങ്ങളും അസ്വാഭാവിക മരണങ്ങളും കൃത്യമായി അന്വേഷണം നടത്തുന്നതിനോ പ്രതികളെ കണ്ടെത്തുന്നതിനോ പോലീസിനോ നിയമ സംവിധാനങ്ങൾക്കോ കഴിയാതെ പോയത് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചിരുന്നു. 2012 ഒക്ടോബർ 9 ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട PU കോളേജ് വിദ്യാർത്ഥി സൗജന്യയുടെ കൊലപാതകത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് നടന്നു വരികയായിരുന്ന പെൺകുട്ടിയെ ഇടവഴിയിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയതിനു ശേഷം വനത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് വീട്ടുകാരും നാട്ടുകാരും നടത്തിയ തിരച്ചിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി സൗജന്യ വധക്കേസിൽ ഒരാളെ പിടികൂടിയെങ്കിലും ഇയാൾ യഥാർത്ഥ കുറ്റവാളിയല്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ 7 വർഷത്തെ ശിക്ഷകൾക്ക് ശേഷം കോടതി വെറുതെ വിടുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഇയാൾ നിരപരാധിയാണെന്നും യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് സൗജന്യയുടെ കുടുംബവും സമരസമിതിയും രംഗത്തെത്തിയിരുന്നു. പക്ഷേ കൃത്യമായി അന്വേഷണം നടത്തുവാനോ പ്രതികളെ പിടികൂടുവാനോ പോലീസിന് സാധിച്ചില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സാഹചര്യ തെളിവുകളും അവഗണിച്ച് യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുകയാണ് പോലീസ് ചെയ്തതെന്നായിരുന്നു ആരോപണമുയർന്നത്. സൗജന്യയ്ക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് സമരങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് നേത്രാവതി സ്നാനഘട്ടത്തിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുണ്ടായത്. 1995 മുതൽ 20 വർഷ കാലയളവിൽ 100-ലധികം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ മറവു ചെയ്തിട്ടുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളുടെയും യുവതികളുടെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെയുമായിരുന്നു. ഇതിൽ തന്നെ ഭൂരിഭാഗം പേരും ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തി. പലരുടെയും അടിവസ്ത്രങ്ങൾ ഇല്ലാതെയും സ്വകാര്യ ഭാഗങ്ങളിൽ വലിയ മുറിവുകൾ കണ്ടെത്തിയതായാണ് സംശയങ്ങൾക്ക് കാരണമായത്. തന്നെ ഭീഷണിപ്പെടുത്തിയാണ് മൃതദേഹങ്ങൾ മറവു ചെയ്യിപ്പിച്ചതെന്ന് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ശുചീകരണ തൊഴിലാളി വ്യക്തമാക്കി. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ അസ്വാഭാവിക മരണങ്ങളിൽ കേസെടുത്ത അന്വേഷണം ഊർജിതമാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നത്. കുഴിച്ചിട്ട് മൃതദേഹങ്ങൾ പുറത്തെടുക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നും ഇരകളുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.